ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്, വയനാട്ടിലുള്ളവരൊക്കെ അനുഭവിക്കുന്ന ആ ഒരു പ്രകൃതിക്ഷോഭവും ബുദ്ധിമുട്ടുകളൊക്കെ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു മരിച്ചാൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന പേഴ്സൺസ് പോലും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ വേദനിക്കുന്ന ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ആ ഒരു യൂണിവേഴ്സിനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിത്തരാനും നമ്മുടെ സഹോദരങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കാണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇത് കേൾക്കുന്നതെങ്കിൽ പോലും അപ്പോൾ പോലും നമ്മളൊരു 2 മിനിറ്റ് ഇതിനെക്കുറിച്ച് ഓർത്ത് നമ്മളുടെ മനസ്സിനകത്തൊന്ന് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത്, എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരോടും പറയാത്ത എന്ത് രഹസ്യമാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ ഇട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ലവേഴ്സ് ഒറാക്കിൾ എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് സോൾമേറ്റ് എന്നുള്ളൊരു കാർഡാണ്. യുവർ സോൾമേറ്റ് ഈസ് ഓൾറെഡി വിത്ത് യു ഇൻ സ്പിരിറ്റ്. ബിലീവ് ദിസ് ആൻഡ് ദേ വിൽ മാനിഫെസ്റ്റ് ഫിസിക്കലി. അപ്പോൾ ആ ഒരു സോൾമേറ്റ് കാർഡ് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആഴം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണത്. അപ്പോൾ പലപ്പോഴും പലരുടെ മനസ്സിനകത്തുള്ളൊരു കാര്യം തന്നെയാണ്, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയാൽ അല്ലെങ്കിൽ നമ്മളോട് മിണ്ടാതെ ആയാൽ ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവസാനിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അത് കണ്ടിന്യൂ ചെയ്യുമെന്നറിയില്ല. നമ്മളൊരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കടന്നു വരാം. നമ്മളുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ സംശയിച്ചേക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരും. അപ്പോൾ അത്രയും നാൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ട്രസ്റ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോയിട്ട് നമ്മൾ തന്നെ ഡൗട്ട്ഫുൾ ആവാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് അവർ ആരൊക്കെയോ അല്ലാതെയായി മാറിയതുപോലെ നമുക്ക് തോന്നാം. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവാറില്ല. കാരണം ചില വ്യക്തികൾ, അത് നമുക്കൊരു 5% താഴെ പറയാൻ സാധിക്കും. ചിലവർ എന്ത് പ്രശ്നങ്ങളുണ്ടായി ലോകം തലകീഴായി മറിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റേതാണ്, അവരൊരിക്കലും എന്നെ വിട്ട് പോവില്ല, എൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഞാൻ ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അല്ലാതെയുള്ള എല്ലാവരും സംശയത്തിലായി പോവും. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആയിരുന്ന ഒരു വ്യക്തി നമ്മുടെ ആരുമല്ലാതെ ചില സാഹചര്യങ്ങളും മനുഷ്യരൊക്കെ ആക്കി തീർക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സംശയം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു തരുന്ന ഒരു കാർഡ് കൂടിയാണിത്. അതായത് നിങ്ങളുടെ സോൾമേറ്റ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാർഡാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊന്നും പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവും. നമ്മളുടെ മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ബലം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മുടെ സോൾമേറ്റ് ആണ്, നമ്മളുടെ കൂടെ തന്നെ ഉള്ളതാണ്, അതിനെ ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവർ നമ്മളിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഫിസിക്കലി പോലും മാനിഫെസ്റ്റ് ആവുന്നൊരു കാര്യമാണ്. അത്രത്തോളം പവർഫുള്ളാണ് ആ ഒരു വിശ്വാസം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇനി അതുപോലെ ആ ഒരു സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത്, ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫീൽ മൈ ലവ്. മൈ ലവ് ഫോർ യു ഈസ് ആസ് ഡീപ്പ് ആസ് ദ ഓഷ്യൻ. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിൽ നിന്ന് പറയുന്ന ആ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ എന്നുള്ളതാണ്.
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവരുടെ ഒരു പ്രണയം എത്രത്തോളം നിങ്ങളോടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ്, സ്നേഹം എന്തുമായിക്കൊള്ളട്ടെ, അതൊരു സമുദ്രം പോലെ അത്രയും ആഴമേറിയ ഒന്നാണെന്നാണ് ആ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ലവേഴ്സ് ഒറാക്കിൾ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് തന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന വ്യക്തി കുറച്ചധികം നിങ്ങളെ എന്താ പറയുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടും ഒക്കെ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൊരു പേഴ്സൺ തന്നെ ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ അത്രയേറെ നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടമല്ല അവരെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് കൂടി അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. കാരണം അത്രയും ഒരു ഇൻറ്റിമസി ഉള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു സ്പ്രെഡിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് കറൻ്റ് നിങ്ങളുടെ അടുത്ത് പഴയതുപോലെ ആവാൻ അല്ലെങ്കിൽ പഴയതുപോലെ ഇടപഴകാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുള്ളൊരു പേഴ്സണെയാണ് കാണുന്നത്. അതായത് ഏതൊക്കെയോ തരത്തിൽ ആ ഒരു പേഴ്സണ് പഴയ രീതിയിലേക്ക് നിങ്ങളിലേക്ക് അറ്റാച്ച് ആവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് കൂടുതലായിട്ട് പഴയതുപോലെ അവർക്ക് ആക്റ്റീവ് ആയിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യമായിട്ട് ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റിപ്ലൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വാനിഷ് എന്നുള്ള പോലെയുള്ള ഒരു എനർജി ആയിരിക്കും. തീർത്തും സൈലൻ്റ് അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. കൂടുതലായിട്ടൊന്നും നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ടില്ല. അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരാളുണ്ട്, പക്ഷെ ആ ഒരാൾ വെളിപ്പെടുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിർണായകമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമായിരുന്നു ആ ഒരു ഡിസിഷൻ, ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടുന്ന ആ ഒരു തീരുമാനം. പക്ഷെ ആ ഒരു സമയത്ത് അവരെടുത്തില്ല എന്നുള്ളതാണ്. കുറച്ച് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അത്രയും ധീരമായിട്ട് മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് പല പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചില സമയം എന്ന് പറയുന്നത് നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ടൈമായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലായിരിക്കും അത് മുന്നോട്ട് പോവുക. നമ്മളുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഭാവി എന്താണെന്നുള്ളത്. അപ്പോൾ ചിലവർ ധീരമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്, ചിലർ പിന്തിരിഞ്ഞോടുന്നവരുണ്ട്, ചിലർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവരുണ്ട്. അത് നേരിടാനുള്ള ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഒരു ഘട്ടം വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ എടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് നിങ്ങളോടുള്ളൊരു ഇഷ്ടമോ കാര്യങ്ങളോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഹൃദയത്തിൽ തൊട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം. അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്ത പോലെ അല്ലെങ്കിൽ പാമ്പർ ചെയ്ത പോലെയൊന്നും ഒരാളും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് കൂടി അവർ വേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് മിണ്ടാതെ ഇരുന്നു, അല്ലെങ്കിൽ അവർ ഒരു സേഫ് പ്ലേ കളിച്ച് മാറി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്ന് അവർ ആ ഒരു ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാതെ മാറി നിന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മൗനമായിട്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അവരന്ന് ആപ്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തില്ല, അല്ലെങ്കിൽ മൗനം ആ ഒരു രീതിയിൽ സൈലൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ അവരുടെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അന്ന് അവർക്ക് പറ്റിയ ഒരു തെറ്റ്, അല്ലെങ്കിൽ അന്ന് അവർ ഒന്നും മിണ്ടാതെ ഇരുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് വരാനുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റാരെങ്കിലും ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ആ ഒരു രീതിയിൽ അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഇന്ന് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ എനിക്കന്നങ്ങനെ ചെയ്യാൻ തോന്നിയില്ലല്ലോ, ഞാനന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇനി ഈ ഒരു സിറ്റുവേഷനിലേക്കൊന്നും വരില്ലായിരുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് നല്ലപോലെ കാണാം. ഒരുപക്ഷെ അന്ന് അവരങ്ങനെ ഒഴിഞ്ഞു മാറി പോകും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെയായി തീരും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലായി തീരും,
നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും എന്നൊന്നും അവർ സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൂടുതൽ ഒരു ഫോർവേഡ് തിങ്കിങ്ങിന് നിൽക്കുന്നതിന് മുൻപ് അവർ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയതായിരിക്കും. അപ്പോൾ ഇന്ന് അവർ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നു. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് പറയില്ല, നമുക്കൊന്നും പറയാനായിട്ട് തോന്നില്ല. ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ആയിരിക്കും നമുക്കിതൊക്കെ പറയാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റിൽ അവർ ചെയ്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു റിക്കവറി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ലവേഴ്സ് ഒറാക്കിളിനകത്ത് വന്ന ആ ഒരു സോൾമേറ്റ് കാർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആ ഒരു ഫ്രണ്ട്ലിനെസ് എന്നുള്ളൊരു കാർഡും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്രത്തോളം ഡീപ്പാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്നുള്ളതാണ്. എന്ത് ഒരു ബാരിയർ കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്നായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഒന്നായിട്ടുള്ള പേഴ്സൺസ് തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഫിഗറിനകത്ത് പോലും കാണാം, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ്, പക്ഷേ അത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അത് പരസ്പരം അതിൻ്റെ ബ്രാഞ്ചസ് ആയിക്കോട്ടെ പൂക്കളായിക്കോട്ടെ എല്ലാം ഒന്നാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവർക്കതൊരു പാഷനാണ്, അല്ലെങ്കിൽ മറ്റൊന്നിനും ആ ഒരു സ്ഥാനം അവർക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്രയധികം അവർ നിങ്ങളുടെ തോട്ട്സോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയധികം പാഷനേറ്റ് ആയിട്ട് ആവേശത്തോടു കൂടിയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വളരെയധികം മെച്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ വളരെ മെച്യൂരിറ്റി ഉള്ള, പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിൽ പക്വതയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ തലയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കാര്യങ്ങളിലായിരിക്കാം ഇവർ വളരെയധികം ഉത്തരവാദിത്തമുള്ള, അല്ലെങ്കിൽ ഇവരുടെ അണ്ടറിൽ ഒരുപാട് പേരുണ്ടാവാം, ഇവർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് നോക്കി നടത്തേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ കൺസിഡർ ചെയ്യേണ്ട ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു തരത്തിലുള്ള ലൈഫിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, സ്നേഹമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആവേശമാണ്. ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് ഒരാൾക്കും അതുപോലെയുള്ള ഒരു എൻട്രിങ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസം ഒന്നും മറ്റാരോടും അവർക്കില്ല. അപ്പം ഇത്രയും ഇമോഷൻസ് ഉണ്ടായിട്ട് പോലും അത് അവർക്ക് ഉള്ളിൽ അടക്കി വെക്കേണ്ടുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് സ്നേഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്ന സന്തോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് അവരോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എന്ത് വികാരങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക, മറ്റൊരാളോട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആരോടാണ് നമുക്ക് ആ ഒരു കൺസേൺ ഉള്ളത് അവരെ നമുക്കത് അറിയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾറെഡി പാസ്റ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ആ ഒരു വീഴ്ച ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു തരത്തിലും കൂടിയാണ് അവരുടെ ഒരു എനർജി. മേ ബി നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും സ്നേഹത്തോടു കൂടി നിന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ ആരും തരാത്തൊരു സെക്യൂരിറ്റിയൊക്കെ തന്ന് നിന്ന ഒരു പേഴ്സൺ ഒരു തീരുമാനം വന്നപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞു, അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് ഒഴിഞ്ഞു മാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങളോട് എന്തുകൊണ്ട് അവർ ചെയ്തു? ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങളോട് പ്രകടിപ്പിച്ചത് വെറുതെ ആയിരുന്നോ? ഒരാവശ്യം വന്നപ്പോഴത്തേക്കും അവരവരുടെ പാട് നോക്കി പോയോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും മനസ്സിനകത്ത് ഉണ്ടായിട്ടും ഒരു ഫേസ് മാസ്ക് ഇട്ട പോലെ അവർ ജീവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ആരോടും അവർക്ക് പറയാൻ സാധിക്കുന്നുമില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം അവരുടെ ഉള്ളിലുണ്ടെന്ന് അവർക്ക് ആരോടും എക്സ്പോസ് ചെയ്ത് കാണിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ഫേക്ക് സ്മൈൽ വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ സാധാരണ പോലെ ജീവിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം. ചിലപ്പോൾ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷത്തിലെങ്കിലും ഉണ്ടാവാം. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അഡ്വൈസ് ചെയ്യുന്ന മറ്റുള്ള വ്യക്തികളോ
അവരുടെ ലൈഫിനകത്ത് കൂടുതൽ ഒരു റോളുള്ള പേഴ്സൺ, ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് സ്ഥാനം കൊണ്ടൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ ഇവരുടെ ലൈഫിനകത്ത് കാണാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് താഴെ വെച്ച് ഒഴിഞ്ഞു വരാനും പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും വിഷമമുണ്ടെന്ന് ചിലപ്പോൾ ആരോടും പറയാനും സാധിക്കില്ല. ചിലപ്പോൾ ഇവരുടെ ഉള്ളിൽ ഇത്രയും പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവർ മറ്റുള്ളവരോട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന വേറെയും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരുപാട് നിസ്സഹായാവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആ ഒരു ഫസ്റ്റ് ഡെക്കിനകത്ത് ലാസ്റ്റ് വന്ന ആ ഒരു കാർഡ്, ആ ഒരു വി ആർ ദ വേൾഡ് എന്നുള്ളൊരു കാർഡ് പോലെ നമ്മളാണ് ലോകം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ ഒരു പേഴ്സണുള്ളത്. അതായത് അവരുടെ ലോകത്ത് മറ്റാരും ഇല്ല. ചിലപ്പോൾ ഫിസിക്കലി അവരുടെ ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല വേഷങ്ങൾ കെട്ടി ആടേണ്ടി വന്നേക്കാം. പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു സോളിനകത്തുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ലോകമായിട്ട് അവർ കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് അവരുടെ ഒരു ലോകം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥരാകുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, ഈ ഒരു തരത്തിലൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി എങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അവർക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് മാറ്റിയെടുക്കണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലേറ്റസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അവരൊരു കംഫർട്ട് സോണിനകത്തായിരുന്നു ഇത്രയും നാളെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് വരാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കറക്റ്റ് ഒരു സമയത്ത് ഡിസിഷൻ എടുക്കാതെ മാറി നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാതെയൊക്കെ അവർ നിന്നത് ആ ഒരു കംഫർട്ട് സോൺ വിട്ട് വരാനുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല വ്യക്തികളെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എന്തും വരുന്നത് വരട്ടെ, ഞാൻ നേരിടാം. അതായത് ഇനി ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു ഉറപ്പില്ലെങ്കിൽ കൂടിയും ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇനി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റുള്ള എല്ലാവരുടെയും താല്പര്യങ്ങളും നോക്കി അല്ലെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവർ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വരുന്നു. അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ മനസ്സിന് എന്താണോ താല്പര്യം അതിലേക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് തന്നെ ആ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരാളായിരിക്കും. സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ ചിലവർക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരാം അവരുടെ ലൈഫിൽ. അതായത് ഇനി അവനവന് വേണ്ടി കൂടി ജീവിക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം നോക്കിയാൽ പോരാ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രയോറിറ്റിക്കും കൂടി ഒരു വാല്യൂ കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ആ ഒരു പേഴ്സൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിൽ അവരെവിടെയാണോ അഭയം പ്രാപിച്ചിരുന്ന ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിൻ്റെ റിസൾട്ട് എന്തായാലും വേണ്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും വരട്ടെ, വരുന്നത് പോലെ വരട്ടെ, റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഇത്രയും നാളും അവർ ചെയ്ത കാര്യം ശരിയായില്ല, അല്ലെങ്കിൽ വേണ്ടുന്നൊരു സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കാഞ്ഞതിൻ്റെ കുറ്റബോധം ഉള്ളിൽ പേറിക്കൊണ്ട് നടന്നിരുന്നൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കത് താങ്ങാവുന്നതിലും അധികമായതുകൊണ്ടാണ് അവർ ഈ ഒരു തരത്തിൽ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഇത്രയും ഒരു നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു തരത്തിൽ പെരുമാറി വീണ്ടും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് പോലും ആ ഒരു പേഴ്സൺ ഉറപ്പുണ്ടാവില്ല. എങ്കിലും അവർ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവർ കറൻ്റ്ലി ഉള്ളത് ആരോടൊപ്പമാണ്, ഏത് സിറ്റുവേഷനിലാണ്, ഏത് സാഹചര്യത്തിലായാലും അവരതിലൊന്നും പൂർണ്ണമായിട്ടും തൃപ്തിപ്പെട്ട് നടക്കുന്ന വ്യക്തിയല്ല. അപ്പോൾ മറ്റെന്തിനേക്കാളും വാല്യുബിളായിട്ട് അവർ നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിനെ തന്നെയാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം വേണ്ടാന്ന് വെക്കാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതലായിട്ടും 24/7 എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളെ ആയിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പാസ്റ്റിലായാലും പ്രസൻറ്റിലായാലും നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് സ്നേഹം ആ ഒരു പേഴ്സണുണ്ട്. അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ചിലപ്പോൾ അവർ ആ ഒരു മെച്യൂരിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പുറമേ ഉള്ളൊരു ധൈര്യപ്രകടനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത്രയധികം ഒരു ഗഡ്സ് ഉള്ളൊരു പേഴ്സണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള പോരായ്മകളാണ് നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരൊരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. അവർക്ക് യാതൊരു ഉറപ്പുമില്ല എന്തായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും അവർക്ക് മറ്റെന്തിനേക്കാൾ പ്രിയമായിട്ട് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഏത് തരത്തിലുള്ള ഒരു അകൽച്ചയിലാണ് നിങ്ങളെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആണ്,
അവരെന്തെങ്കിലും നിങ്ങളിലേക്ക് വരും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്രയും ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സാഹചര്യമായാലും അല്ലെങ്കിൽ വ്യക്തികളായാലും ചിലപ്പോൾ നമ്മളുടെ ഒരു ടൈം കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പേഴ്സണിൽ ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രമേൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയുള്ള പേഴ്സൺസാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു സംഭവമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യമാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് മുന്നിട്ടിറങ്ങാനുള്ള ആ ഒരു ശക്തി കിട്ടാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.